നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കാടർ ഉന്നതിയിലെ ആദിവാസി യുവാവിനെ കാട്ടാന ആക്രമിച്ചു. കാടർ വീട്ടിൽ അയ്യപ്പന്റെ മകൻ 30 വയസ്സുള്ള രാജീവനാണ് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. സാരമായി പരിക്കേറ്റ യുവാവിനെ വനപാലകരുടെ ജീപ്പിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങൾ മറികടക്കാൻ സുരക്ഷിതത്വം തേടി റിസർവ് ബാങ്ക് സ്വർണശേഖരം ഉയർത്തുന്നു. സെപ്റ്റംബർ 26 അവസാനിച്ച വാരത്തിൽ റിസർവ് ബാങ്കിന്റെ കൈവശമുള്ള സ്വർണത്തിന്റെ മൂല്യം $223.8 കോടി വർദ്ധിച്ച് $9,501.7 കോടി ആയി. രാജ്യാന്തര വിപണിയിൽ വില റെക്കോർഡുകൾ പുതുക്കി കുതിക്കുന്നതും സ്വർണത്തിന്റെ മൂല്യം കൂട്ടി. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയുടെ ഔദ്യോഗിക സ്വർണശേഖരം 890 ടണ്ണാണ്. ആഗോള സാമ്പത്തിക രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ കണക്കിലെടുത്താണ് റിസർവ് ബാങ്ക് 2010 മുതൽ വിപണിയിൽ നിന്ന് വലിയ തോതിൽ സ്വർണം വാങ്ങാൻ തുടങ്ങിയത്. നിലവിൽ ലോകത്തിൽ ഏറ്റവുമധികം സ്വർണശേഖരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 9ാം സ്ഥാനത്താണ്. നടപ്പുവർഷം ഇതുവരെ 4 ടൺ സ്വർണമാണ് റിസർവ് ബാങ്ക് വാങ്ങിയത്. ജനുവരിയിൽ 2.8 ടണ്ണും മാർച്ചിൽ 0.6 ടണ്ണും ജൂണിൽ 0.4 ടണ്ണും സ്വർണം വാങ്ങി. കഴിഞ്ഞ വർഷം 72.6 ടൺ സ്വർണം ഇന്ത്യ വിദേശ നാണയ ശേഖരത്തിൽ പുതിയതായി ഉൾപ്പെടുത്തിയിരുന്നു. ഇക്കാലയളവിൽ പോളണ്ട് 89.5 ടണ്ണും ടർക്കി 77.4 ടണ്ണും സ്വർണം വിപണിയിൽ നിന്ന് വാങ്ങി. ചരിത്രത്തിൽ ഇതുവരെ ഖനനം ചെയ്ത സ്വർണത്തിൽ 1/5 ഭാഗവും വിവിധ കേന്ദ്ര ബാങ്കുകളുടെ കൈവശമാണ്. ജൂലൈ വരെയുള്ള കണക്കുകൾ അനുസരിച്ച് കേന്ദ്ര ബാങ്കുകളുടെ മൊത്ത സ്വർണശേഖരം 36,359 ടണ്ണാണ്. ഉയർന്ന ശേഖരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 8,133.5 ടൺ സ്വർണവുമായി അമേരിക്കയാണ് ഒന്നാമത്. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് എന്നിവയും തൊട്ടടുത്ത സ്ഥാനങ്ങളിലുണ്ട്. IMFന്റെ കൈവശം 2,814 ടൺ സ്വർണവുമുണ്ട്. അമേരിക്കൻ ഡോളറുകളിലും ബോണ്ടുകളിലും വിശ്വാസം കുറഞ്ഞതാണ് സ്വർണത്തിലേക്ക് മാറാൻ ബാങ്കുകളെ പ്രേരിപ്പിക്കുന്നത്. ഉയർന്ന ശേഖരമുള്ള കേന്ദ്ര ബാങ്കുകൾ അമേരിക്ക 8,133.5 ടൺ, ജർമ്മനി 3,350.3 ടൺ, IMF 2,814 ടൺ, ഇറ്റലി 2,451 ടൺ, സ്വിറ്റ്സർലാൻഡ് 1,039.9 ടൺ, ഇന്ത്യ 880 ടൺ, ജപ്പാൻ 846 ടൺ. ഇന്ത്യയുടെ സ്വർണശേഖരത്തിന്റെ മൂല്യം 8.37 ലക്ഷം കോടി രൂപയാണ്. സുരക്ഷിതത്വം, പണലഭ്യത, മികച്ച മൂല്യവർധന എന്നിവയാണ് സ്വർണത്തിന്റെ കരുത്ത്. സ്വർണവില സുനാമി പോലെ ആഞ്ഞടിക്കുകയാണ്. 1 പവൻ സ്വർണം വാങ്ങാൻ നികുതിയും മറ്റുമടക്കം 1 ലക്ഷത്തിനടുത്ത് രൂപ ആവശ്യമായി വരുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. തുടർച്ചയായ 5ാം ദിവസവും സ്വർണ്ണവില കുതിച്ചുയർന്നു. ചൊവ്വാഴ്ച സ്വർണം ഗ്രാമിന് 115 രൂപയും പവന് 920 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ ഗ്രാമിന് 11,185 രൂപയും പവന് 89,450 രൂപയുമായി. കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാനതല മത്സരത്തിൽ ആർച്ചറി വിഭാഗത്തിൽ പുതുക്കാട് സെൻറ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി 1ാം സ്ഥാനം കരസ്ഥമാക്കി. +2 വിദ്യാർത്ഥിയായ മാനുവൽ ബൈജുവാണ് ഒന്നാമതെത്തിയത്. പുതുക്കാട് ഹരിശ്രീ വാദ്യകലാക്ഷേത്രത്തിൽ കല്ലൂർ കൃഷ്ണകുമാരന്റെ ശിക്ഷണത്തിൽ കുറുംകുഴൽ അഭ്യസിച്ച വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടത്തി. പുതുക്കാട് വള്ളിക്കുന്നത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന അരങ്ങേറ്റ ചടങ്ങിൽ കേളത്ത് സുന്ദരന്മാരാർ സന്നിഹിതനായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റേത് തൊഴിലാളി വിരുദ്ധ നയങ്ങളാണെന്ന് ആരോപിച്ച് BMS പുതുക്കാട് മേഖല, തൃക്കൂർ, അളഗപ്പനഗർ, നെന്മണിക്കര പഞ്ചായത്തുകളിൽ കാൽനട പ്രചരണ ജാഥ നടത്തി.
കല്ലൂർ നായരങ്ങാടിയിൽ BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ് പദയാത്ര ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് M തുളസീദാസ് അധ്യക്ഷനായിരുന്നു. P മണികണ്ഠനായിരുന്നു ജാഥ ക്യാപ്റ്റൻ. വൈസ് ക്യാപ്റ്റന്മാരായ KK മനോജ്, KT സുധീഷ് എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. സമാപന സമ്മേളനം അളഗപ്പ നഗറിൽ BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി KC പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. M തുളസീദാസ്, മേഖലാ സെക്രട്ടറി വിമൽ കൊരട്ടിക്കാടൻ, ഉണ്ണി പുതിയടത്ത് എന്നിവർ സംസാരിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി ഗവൺമെൻറ് ITIയിൽ മെക്കാനിക് ഓട്ടോ ബോഡി പെയിൻറ്റിങ്ങിൽ ഒരു ഗസ്റ്റ് ഇൻസ്ട്രക്ടറുടെ ഒഴിവുണ്ട്. PSCയുടെ റൊട്ടേഷൻ തയ്യാറാക്കുന്ന സംവരണേതര ചാർട്ട് പ്രകാരം ESID അല്ലെങ്കിൽ OC വിഭാഗത്തിൽ നിന്നുമായിരിക്കും നിയമനം നടത്തുക. യോഗ്യരായ വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഒക്ടോബർ 8 രാവിലെ 10:30 ITIയിൽ നടത്തുന്ന അഭിമുഖത്തിന് ഹാജരാകേണ്ടതുണ്ട്. ഫോൺ 04802701 ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,185 രൂപയും പവന് 89,450 രൂപയും രേഖപ്പെടുത്തി. മടവാക്കര കുണ്ടൻ വീട്ടിൽ പരേതനായ ദേവസിക്കുട്ടിയുടെ ഭാര്യ കത്രീന അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4 ചിറ്റിശ്ശേരി സെൻറ് മേരീസ് പള്ളിയിൽ ആനി, വത്സ, വിൽസൺ, ബെന്നി, ഡെയ്സി, പരേതനായ ഫ്രാൻസിസ് എന്നിവർ മക്കളും, കുഞ്ഞിപ്പാലു, ലിസി, വിൻസെൻ്റ്, ദീപ, ബെയ്സി, ജോയ് എന്നിവർ മരുമക്കളുമാണ്. വരാക്കര പുളിഞ്ചോട് തോട്ടിലാൻ നാരായണൻ്റെ ഭാര്യ കൗസല്യ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കമല, ലോകിതാക്ഷൻ, ഹരിദാസൻ, അശോകൻ എന്നിവർ മക്കളും, രാജൻ, ഓമന, സുബി, മിനി എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.